Hi all of you, welcome back to Kerala IAS Academy. So this is going to be part 2 of our budget analysis. So you part 1 in the video കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വിട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം നമ്മൾ ഇതിൽ ആ വീഡിയോയുടെ റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹെൽത്ത് വരെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് നമ്മൾ നോക്കിയപ്പോഴത്തേനും ഹെൽത്ത് വരെയുള്ള സെക്ടേഴ്സ് നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്ന അനൗൺസ്മെൻറ്റ്സിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഓൾ inclusive welfare focus. So നമ്മൾ ഓൾറെഡി ഗോൾസ് ഓഫ് അമൃത് കാൽ പറഞ്ഞപ്പോഴും നമ്മുടെ പ്രയോറിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞപ്പോഴും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾ ഇൻക്ലൂസീവ് വെൽഫെയർ എന്നൊരു പറഞ്ഞൊരു വാക്ക് പറഞ്ഞിരുന്നു അല്ലേ. എല്ലാ സ്ട്രാറ്റാസ് ഓഫ് ദി സൊസൈറ്റീനെയും ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രോപ്പറായിട്ട് വെൽഫെയർ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ ഗോൾ എന്ന് പറഞ്ഞിരുന്നു. സോ ഇതിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ഈ ബഡ്ജറ്റിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി അനൗൺസ്ഡ് ആയിട്ടുള്ള സ്കീംസിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് 7 പോയിന്റ്സ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഹർ ഘർ നൽ സേ ജൽ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൽ ജീവൻ മിഷൻ. സോ ജൽ ജീവൻ മിഷൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. വൺ ഇസ് റൂറൽ ആൻഡ് ദ അതർ ഇസ് അർബൻ. സോ ബേസിക്കായിട്ട് ഈ ഒരു സ്കീമിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹൗസ് ഹോൾഡ്സിനും ബൈ 2024 പൈപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എല്ലാവരുടെയും വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്ത്യയുടെ പല വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ പോയി ഈ കലം പിടിച്ച് പലയിടത്തു നിന്ന് പോയി വെള്ളം എടുത്ത് വന്ന് വീട്ടിൽ വെക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അതിനെ മാറ്റി എല്ലാ വീടുകളിലും പൈപ്ഡ് വാട്ടർ എത്തിക്കുക എന്നുള്ളതാണ് ജൽ ജീവൻ മിഷൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ. സോ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് ഈ 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ 3.8 crore ഹൗസ് ഹോൾഡ്സിന് ജൽ ജീവൻ്റെ ഭാഗമായിട്ട് പൈപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ കിട്ടുന്ന ഒരു അനൗൺസ്മെൻറ്റ് ഫിനാൻസ് മിനിസ്റ്റർ നടത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ വാസ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. അതും ഈ പറഞ്ഞ പോലെ റൂറലും അർബനും ഉണ്ട്, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ പ്ലെയിൻ ഏരിയാസിലും ഹില്ലി ഏരിയാസിലും പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. ആവാസ് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കീം എന്ന് പറഞ്ഞാൽ ബേസിക്കലി വി ആർ ഗോയിങ് ടു ബിൽഡ് ഹൗസസ് അല്ലേ, ബിൽഡ് ഹൗസസ്. ഇഫ് ദാറ്റ് ഇസ് കച്ച ഹൗസസിനെ പക്ക ഹൗസസ് ആയിട്ട് മാറ്റുക എന്നുള്ള കാര്യം, ഇല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യാൻ പറ്റാത്ത വീടുകളാണെങ്കിൽ അതിനെ പൊളിച്ച് പുതുതായിട്ട് പണിയുക, അതൊക്കെയാണ്. സോ ആൾക്കാർക്കുള്ള ഒരു പുതിയ വീടുകൾ വെച്ചെടുക്കാനുള്ള സ്കീമാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്നത്. അണ്ടർ ദിസ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ഇൻ ദ ഫൈനാൻഷ്യൽ ഇയർ 22-23 80 lakh houses will be completed. See, when I am saying all these things, what you have to understand is that for your exams, Jal Jeevan Mission is going to be important. മനസ്സിലായി? അല്ലാതെ 3.8 see that is good to write in your prelims. I mean in your mains answers you can write that, but as far as prelims is concerned, നമ്മളിത് ഓരോ സ്കീംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം you have to understand about that scheme in detail. കാരണം ചിലപ്പോൾ ആ സ്കീമിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത്, ബിക്കോസ് ഇറ്റ് വാസ് മെൻഷൻഡ് ഇൻ ദ ബഡ്ജറ്റ് ഡോക്യുമെന്റ്, ആ സ്കീമിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത ഒരു ക്വസ്റ്റൻ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ജൽ ജീവൻ മിഷൻ വാസ് എനിവേസ് മെൻഷൻഡ് ഇൻ ദ ബഡ്ജറ്റ് ഡോക്യുമെന്റ്. സിമിലർലി പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന, ഹൗസസ് ബിൽഡ് ചെയ്യാനുള്ള. then you also have prime minister's divine, that is prime minister's development initiative for the northeast area ആണ്. divine എന്ന് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റ് ആണ്. സോ അണ്ടർ ദിസ് നോർത്ത് ഈസ്റ്റ് ഏരിയയിലുള്ള കാര്യങ്ങളുടെ ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ബേസിക്കലി. സോ ദിസ് വിൽ ബി carried out by the North East Council. So under this, North East Council will take up decisions to which all infrastructure needs to be developed. അങ്ങനത്തെ കാര്യങ്ങൾ. So that was also Prime Minister Divine or Prime Minister Development for Initiative of North East was also discussed in the budget document. Then you have something called as Aspirational Blocks Program. എന്തിനു വേണ്ടി? This was also announced. Aspirational Blocks Programs was announced for development of lagging blocks of aspirational districts. So ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ there was something called as Aspirational Districts Program. Aspirational Districts Program എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സിലും ഡിസ്ട്രിക്ട്സിൽ നോക്കുമ്പം സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാരാമീറ്റേഴ്സിനകത്ത് പുറമോട്ട് നിൽക്കുന്ന ഡിസ്ട്രിക്ട്സ് ഉണ്ട്. സച്ച് ദാറ്റ് ഈ പുറമോട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സിനെ നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രണ്ടിലോട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിക്ട്സും കുറച്ച് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ പൊങ്ങി വരാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഡിസ്ട്രിക്ട്സിനെ എന്നാൽ ഇപ്പം പുറമോട്ട് തള്ളി നിൽക്കുന്ന ഡിസ്ട്രിക്റ്റാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് തന്നെയുള്ള ബ്ലോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് എസ് ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം. സോ ഈ വർഷത്തെ വന്നാണ് ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാംസ് വർ ഓൾറെഡി ദർ. നെക്സ്റ്റ് വാസ് വൈബ്രൻസ് വില്ലേജസ് പ്രോഗ്രാം. ഇത് പുതിയൊരു സ്കീം അനൗൺസ് ചെയ്താണ് ഫിനാൻസ് മിനിസ്റ്റർ. വൈബ്രൻസ് വില്ലേജസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ ബോർഡറിലിരിക്കുന്ന നോർത്ത് ഈസ്റ്റേൺ ബോർഡേഴ്സ്, അതായത് ചൈനയായിട്ട്
തൊട്ട് നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്ന പല ഡിസ്ട്രിക്ട്സിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു സ്കീമാണ് വൈബ്രൻറ്റ് വില്ലേജസ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. സോ ദാറ്റ് വാസ് ഓൾസോ മെൻഷൻഡ് ഇൻ ദ ബഡ്ജറ്റ്. ദെൻ യു ഹാഡ് ഡിജിറ്റൽ ബാങ്കിങ് ബൈ പോസ്റ്റ് ഓഫീസ്. 100% ഓഫ് ദ പോസ്റ്റ് ഓഫീസസ് ടു കം ഓൺ ദ കോർ ബാങ്കിങ് സിസ്റ്റം. സോ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു, നമ്മുടെ ബാങ്ക്സിലും സേവിങ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബാങ്കിലോട്ട് പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? Every bank is connected to a single system, so that ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലി അവിടെ പോയി നോക്കേണ്ട കാര്യമില്ല. ഇഫ് യു സിറ്റ് ഹിയർ യു നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ബാങ്ക്. നിങ്ങളുടെ വേറൊരു അക്കൗണ്ടിലുള്ള അവിടെ പൈസ ഉണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവിടുന്ന് ചെക്ക് ക്ലിയർ ആയിട്ട് ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അറിയാൻ പറ്റും. സോ ഇത് ബാങ്ക്സ് ഓൾറെഡി കോർ ബാങ്കിങ്ങിൽ വന്നാലും പോസ്റ്റ് ഓഫീസ് വാസ് നോട്ട് കണക്റ്റഡ് ടു ദിസ്. സോ ഗവൺമെൻറ് സെഡ് 100% ഓഫ് ദ പോസ്റ്റ് ഓഫീസ് വിൽ കം അണ്ടർ ദ കോർ ബാങ്കിങ് സിസ്റ്റം ഇൻ ദിസ് ഫൈനാൻഷ്യൽ ഇയർ. സിമിലർലി digital payments in promote ചെയ്യാൻ scheduled commercial banks to set up 75 digital banking units in 75 districts. Digital banking units എന്ന് പറഞ്ഞാൽ എന്താണ്? These are not physical banks. Digital banks ആണ് വ്യത്യാസം നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാവും. So there will be a digital infrastructure where you can actually perform all the banking functions. So അങ്ങനെ ഉള്ള digital bankingsനെ 75 ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റ്സ് ഇൻ 75 ഡിസ്ട്രിക്ട്സിൽ ഈ പ്രാവശ്യം വരും എന്നൊരു പുതിയ അനൗൺസ്മെൻറ്റും നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ദീസ് വെർ ദ 7 points ആസ് ഫാർ ആസ് ഓൾ ഇൻക്ലൂസീവ് വെൽഫെയർ ഫോക്കസ് വാസ് കൺസേൺ. നമ്മുടെ ജൽ ജീവൻ മിഷൻ, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന, പ്രൈം മിനിസ്റ്റർ ഡിവൈൻ ഓർ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റ്, ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം, ദെൻ യു ഹാഡ് വൈബ്രൻറ്റ് വില്ലേജസ് പ്രോഗ്രാം, പോസ്റ്റ് ഓഫീസിനെ digital core banking in കൊണ്ടുവരിക, and also have digital payment banks in start here where in 75 new districts. Apart with that, as far as the MSME sector was concerned, there were 4 basic announcements that were made. So first one was interlinking of various portals. So MSME നെ സംബന്ധിച്ചോളം MSMEക്ക് വേണ്ടിയുള്ള പോർട്ടൽസ് ഉള്ളതെന്ന് വെച്ചാൽ ഈസ്റ്റ്രം പോർട്ടൽ is there, NCS portal is there, then you have Azeen portal, then you have Udyam portal. ഇങ്ങനെ 4 പോർട്ടൽസ് MSMEസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനും അതുപോലെ തന്നെ MSMEക്ക് വേണ്ട മാൻ പവറിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോർട്ടൽസ് 4 പോർട്ടൽസ് ഉണ്ടായിരുന്നു. ഈ 4 പോർട്ടൽസിനെയും എന്ത് ചെയ്യും? ഇൻ്റർലിങ്ക് ചെയ്തൊരു സിംഗിൾ പോർട്ടലായിട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അതായിരുന്നു ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ആസ് ഫാർ ആസ് MSMEs was concerned. Then you also had extending ECLGS with focus on hospitality and related enterprise. What is ECLGS? എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സിസ്റ്റം. സോ നമ്മുടെ പാൻഡമിക് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നൊരു സ്കീമായിരുന്നു. ഈ സ്കീം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞു MSMEക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോൺസ് വേണം. ഈ ലോൺസ് നിങ്ങൾ ബാങ്കിനോട് പറഞ്ഞു നിങ്ങൾ ലോൺ കൊടുത്തോ. അപ്പോൾ ബാങ്ക് പറയും ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം, അല്ല ഞങ്ങൾക്കൊരു ഷുവർട്ടി ഇല്ലാതെ ഞങ്ങൾ ഒരിക്കലും ലോൺ കൊടുത്തില്ല. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഇതിന് സെക്യൂരിറ്റി നിന്നോളാം, നിങ്ങൾ കൊടുക്കുന്ന ലോൺസിന് സെക്യൂരിറ്റി എന്നുള്ള അതിനുവേണ്ടി ആ ലോൺ മേടിക്കുന്നില്ലെങ്കിൽ MSMEs വേറെ കൊളാട്രൽ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ദാറ്റ് വാസ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം. ഇത് CGTSM ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഓഫ് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഒരു ബോഡിയിൽ കൂടാണ് ഇത് ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ട്രസ്റ്റ് CGTMSE വിൽ ബി റീവാംഡ്. അതായത് റീവാംപ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ എമൗണ്ട് ഓഫ് എന്ത് കൊടുക്കും, കുറച്ചുകൂടെ എമൗണ്ട് ഓഫ് ഫണ്ട് ഈ CGTMSE എന്ന് പറഞ്ഞ ട്രസ്റ്റിൻ്റെ അകത്തോട്ട് കൊടുക്കും. ഓർക്കുക, CGTMSE എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്. സോ അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ടായിരിക്കും. ഈ പൈസ ഉപയോഗിച്ച് എന്ത് ചെയ്യും? MSME കൊടുക്കുന്ന ലോൺസിന് സെക്യൂരിറ്റി ആയിട്ട് വെക്കും. മനസ്സിലായി? സോ അതിന് ഈ ട്രസ്റ്റിൻ്റെ അകത്തുള്ള പൈസനെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് റീവാമ്പിങ്ങിൽ കൂടെ ഉദ്ദേശിച്ചത്. ആൻഡ് അതുവഴി ഈ നമ്മുടെ എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ഉണ്ടല്ലോ, ആ സ്കീം ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സിനും റിലേറ്റഡ് എൻ്റർപ്രൈസസിനും ഹോസ്പിറ്റാലിറ്റിയും റിലേറ്റഡ് എൻ്റർപ്രൈസസിനകത്തൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ആ സെക്ടേഴ്സിലുള്ള MSMEസിനും ഈ ഒരു പർട്ടിക്കുലർ സ്കീമിൻ്റെ അകത്ത് കവേർഡ് ആയിരിക്കും എന്നാണ് ബേസിക്കായിട്ട് പറഞ്ഞത്. സോ ദാറ്റ് വാസ് നമ്പർ 2 and number 3. ആൻഡ് ഫൈനലി യു ഹാഡ് റാമ്പ് എന്ന് വെച്ചാൽ റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ്. റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും വേൾഡ് ബാങ്കും കൂടെ ചേർന്നിട്ടുള്ളൊരു സ്കീമാണ്. MSMEക്ക് വേണ്ട അവർക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽസും മറ്റു സാധനങ്ങൾ, അതായത് ക്രെഡിറ്റ് വേണമല്ലോ ഈ MSMEs. സോ MSME ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ഡിസ്ട്രസ്സിലായപ്പോഴത്തേനും വേൾഡ് ബാങ്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടെ ഉണ്ടാക്കിയ സ്കീമാണ് റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. ആ പ്രോഗ്രാം വിൽ ബി, അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ദിസ് വിൽ ബി റോൾഡ് ഔട്ട് ദിസ് ഇയർ. സോ ഇതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് ബാങ്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു 18 വർഷത്തേക്ക് വളരെ കുറച്ച് ഇൻട്രസ്റ്റിൽ കുറച്ച് ലോൺ കൊടുത്തു. ആ ലോൺ ഉപയോഗിച്ച് ഗവൺമെൻറ് MSMEക്ക് ലോൺസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, സോ ദാറ്റ് പർട്ടിക്കുലർ സ്കീം, റാമ്പ് സ്കീം, റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSE വിൽ ബി
rolled out in this particular financial year. Then you had something called as productivity enhancement and investment. Productivity enhancement and investment എന്തുവായിരുന്നു? അത് ഒരു ഫോക്കസ് ആയിരുന്നു അല്ലേ? നമ്മൾ 4 പ്രയോറിറ്റി ഏരിയാസ് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫോക്കസ് ആയിരുന്നു പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2.0. സോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2.0 എന്ന് ഇത് ഗവൺമെൻറ് പറയുന്നതാണ്. നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആ ഒരു ഈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് അല്ല. The government proposed something called as ease of doing business 2.0. അതായത് ബിസിനസ് ചെയ്യാനുള്ള ഈസിനെസ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സെക്കൻഡ് സ്കീം 2.0 വേർഷൻ 2.0 എന്നുള്ള പേര്. ഇതിൻ്റെ ഭാഗമായിട്ട് the government will focus on trust based governance, then integration of central and state level systems through IT bridges, unique land parcel identification number, enabling seaplanes, end-to-end e-bill system. So many things, support to 5G under PLI scheme. PLI എന്താണ്? Product Linked Incentive Scheme. Okay, so കുറേ features ഇവിടെ പറഞ്ഞിട്ടുണ്ട്. But understand this, the government will focus on improving the ease of doing business as part of the ease of doing business too, which comes under the focus of productivity enhancement and investment. So ഇവിടെ ഒരു കാര്യം, you have to always expanding the scope of Parivesh portal. Parivesh portal ഇവിടെ പറഞ്ഞേക്കുന്നതുകൊണ്ട് I will just explain what Parivesh portal is. So Parivesh portal basically is നമുക്കറിയാം ഏതൊരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വേണം, കോസ്റ്റൽ റെഗുലേഷൻ സോൺ ക്ലിയറൻസ് വേണം, അങ്ങനെ ഒത്തിരി എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിയറൻസസ് വേണം. ഈ ക്ലിയറൻസസ് എല്ലാം ഒരു ഒറ്റ പോർട്ടലിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും, സിംഗിൾ പോർട്ടൽ. അപ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ ക്ലിയറൻസസിനും ഞാൻ ഈ പരിവേഷ് പോർട്ടലിൻ്റെ അകത്തൂടെ എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദോസ് ക്ലിയറൻസ്. ദാറ്റ് ഇസ് കോൾഡ് എസ് പരിവേഷ് പോർട്ടൽ. ആ പരിവേഷ് പോർട്ടലിൻ്റെ സ്കോപ്പും എക്സ്പാൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. സോ ദീസ് were all different. See, you don't have to basically mug up all these things, but just understand these will be the things that government will be doing in order to increase the ease of doing business, and also in order to increase the ease of living, government announced e-passports. So e-passports നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ e-passports ഈ വർഷം മുതൽ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുന്നു ഗവൺമെൻറ് വന്നു. സോ വാട്ട് ഈസ് e-passports? e-passports is chip embedded passports. ഇറ്റ് ഇസ് നോട്ട് വെർച്വൽ പാസ്പോർട്ട് അല്ല, നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്ന ഒരു പാസ്പോർട്ട് അല്ല, പാസ്പോർട്ട് തന്നെയാണ് ബേസിക്കലി, പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തൊരു ചിപ്പ് എംബഡഡ് സാധനം ഉണ്ട്. സോ സെക്യൂരിറ്റി വിൽ ബി മോർ. മനസ്സിലായോ? സോ ഇപ്പം ആസ് ഓഫ് നോ പാസ്പോർട്ട് സേവാ കേന്ദ്രാസ് TCS, നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നടത്തുന്നത്. സോ അവർ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബാക്കിങ്, ടെക്നോളജിക്കൽ ബാക്കിങ് വിൽ ബി പ്രൊവൈഡഡ് ബൈ TCS. ആസ് എ റിസൾട്ട് ഇനി മുതൽ നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് കിട്ടാൻ പോകുന്നവർക്കോ കിട്ടാൻ പോകുന്ന ഈ പാസ്പോർട്ടാണ്, വിച്ച് ഡസ് നോട്ട് മീൻ വെർച്വൽ പാസ്പോർട്ട്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ പാസ്പോർട്ട് ഇറ്റ് സെൽഫ്. പക്ഷേ അതിനകത്ത് എന്തുണ്ടാവും? ഒരു ചിപ്പ് ഉണ്ടാവും. സോ ദാറ്റ് നിങ്ങൾ ജസ്റ്റ് അത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നുള്ള നിങ്ങളുടെ പ്രോപ്പർ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കിട്ടും. ഓൾസോ providing a battery swapping policy as an alternative setting up of charging station in urban areas. Electric vehicles ne promote cheyan vendi government is promoting battery swapping policy. So electric vehicles എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ ചാർജിങ് ടൈമാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഇപ്പോൾ ചാർജ് തീർന്നു പോയാൽ ചാർജ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പല ആൾക്കാരും എന്ത് ചെയ്യാത്തത്, ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ട് മൂവ് ചെയ്യാത്തത് പോലും അല്ലേ. പക്ഷെങ്കിൽ വാട്ട് ഗവൺമെൻറ് ഇസ് സേയിങ് ഇസ് ഇൻസ്റ്റെഡ് ഓഫ് ചാർജിങ് അർബൻ ഏരിയാസിൽ, ഇൻസ്റ്റെഡ് ഓഫ് ചാർജിങ് ഇറ്റ് വാട്ട് യു കൻ ഡു ഇസ് നിങ്ങൾ ഈ ബാറ്ററി എടുക്കുക, അപ്പുറത്ത് വയ്ക്കുക, ഒരു പുതിയ ഫുള്ളി ചാർജ് ആയിട്ടുള്ള ബാറ്ററി എടുത്ത് നിങ്ങളുടെ വണ്ടിക്കകത്ത് വയ്ക്കുക, പോവുക. So this particular scheme is also going to be given focus in this particular financial year. And also PLI schemes. PLI schemes already ഒത്തിരി PLI schemes ഉണ്ടായിരുന്നു. Now drone manufacturing has also been brought under PLI scheme. What is PLI scheme? Production linked incentive scheme. So what is production linked incentive scheme എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വർഷം ഇത്ര പ്രൊഡ്യൂസ് ചെയ്തു, അടുത്ത വർഷം ഇതിനെക്കാട്ടും ഒരു 20% പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 20% ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷന് നിങ്ങൾക്ക് ഗവൺമെൻറ് ഒരു ഇൻസെൻറ്റീവ് തരും. സോ ഗവൺമെൻറ് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് ഇക്കണോമിക് സിറ്റുവേഷനിൽ എക്കോണമി താഴോട്ട് വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലായത്? സോ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സാണ് കൂടുതൽ എക്കണോമിക് പ്രഷറിന് ഇപ്പം ഡ്രൈവ് ചെയ്യുന്നതെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അത് ആൾക്കാർക്ക് പൈസ ഇല്ലാതെ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല,
പക്ഷെങ്കിൽ ആൾക്കാരിലേക്ക് സാധനം എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ അതിനുവേണ്ടിയാണ് പ്രൊഡക്ഷൻ ലിങ്ക് സപ്ലൈ സൈഡിനെ കൂട്ടാൻ വേണ്ടി, പ്രൊഡക്ഷൻ കൂട്ടിയാലേ ഉള്ളൂ സപ്ലൈ കൂടത്തുള്ളൂ, അതിനെ കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. സോ ഇത് മൊബൈൽസിലുണ്ടായിരുന്നു, ദെൻ യു ഹാവ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ്, പല സെക്ടേഴ്സിൻ്റെ അകത്ത് PLIs ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏറ്റവും മെയിനായിട്ട് ഇപ്പം ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ട് വന്ന ഡ്രോൺ മാനുഫാക്ചറിങ്ങിലും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നു. സോ ഇവിടെ അലോക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ അകത്ത് ക്രോസിൽ 1629 ക്രോസ് ഉണ്ടായിരുന്നു, ടെലികോം ആൻഡ് നെറ്റ്വർക്ക് 528 crores, large scale electronics and IT hardware 5300 crores. Anyways, just remember this PLI scheme also has been given. PLI scheme നേരത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഇപ്പം anyways has been given much more importance. So these are the things that the government has announced for improving the productivity enhancement and investment. Okay, now finally we come to ഫൈനാൻസിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഫൈനാൻസിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി പറഞ്ഞു പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ റോഡ്സ് ഉണ്ടാക്കാൻ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ്. സോ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യും, ഇത് കണ്ടിട്ട് ആര് വരും, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് വന്ന് ക്രൗഡ് ചെയ്ത് ഇനി ഫർദറായിട്ട് ഡെവലപ്മെൻറ്റ് നടക്കും എന്നാണ് പറയുന്നത്. സോ ഫോർ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് വാട്ട് ഇസ് റിക്വയർഡ്, മണി ഈസ് റിക്വയർഡ് അല്ലേ. ഈ മണി എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഫൈനാൻസിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. സോ ആസ് എ പാർട്ട് ഓഫ് ദിസ് ഗവൺമെൻറ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ടു കണ്ടിന്യൂ ടു പമ്പ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിമാൻഡ് ഇൻ 2022-23. ഈ ഫൈനാൻഷ്യൽ ഇയറിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഗവൺമെൻറ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂട്ടും. ഓൾസോ പ്രയോറിറ്റൈസിങ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, നമ്മൾ കൂട്ടും. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മാത്രമേ എന്തുള്ളൂ, ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യുമ്പം നാച്ചുറലി ഞാൻ മുമ്പ് ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, ആൾക്കാർക്ക് ജോലി കിട്ടുമ്പോൾ ആൾക്കാർക്ക് പൈസ ഉണ്ടാകും, ആൾക്കാർ ഈ പൈസ കൊണ്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഡിമാൻഡ് കൂടും. അങ്ങനെ എക്കണോമി റൈസ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി. സോ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ദ ഗവൺമെൻറ് ഈ പ്രാവശ്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. ദാറ്റ് ഇസ് വൈ വി ആർ പ്രയോറിറ്റൈസിങ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ അനദർ പോയിന്റ് ഇസ് ദ ഗവൺമെൻറ് ഓൾസോ സെഡ് ഇൻട്രഡക്ഷൻ ഓഫ് digital rupee in 22-23. So ഈ ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ RBI ഡിജിറ്റൽ റുപ്പി കൊണ്ടുവന്നിരിക്കും. സോ ഈ ഡിജിറ്റൽ റുപ്പി എന്ന് കേൾക്കുമ്പോൾ എന്താണ്, ക്രിപ്റ്റോ കറൻസി ആണോ? അല്ല, ഇറ്റ് ഇസ് നോട്ട്. ഡിജിറ്റൽ റുപ്പി ഇസ് ഡിഫറെൻറ്റ്, ക്രിപ്റ്റോ കറൻസി ഇസ് ഡിഫറെൻറ്റ്. മനസ്സിലായോ? ബിറ്റ് കോയിൻ ഇസ് ഡിഫറെൻറ്റ്. ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആളില്ല. ദർ ഇസ് നോ റെഗുലേറ്റർ ഫോർ ക്രിപ്റ്റോ കറൻസി. ബട്ട് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ഇസ് ദ റെഗുലേറ്റർ. ദർ ഇസ് സമ്മൺ, അതായത് ഡിജിറ്റൽ കറൻസി ഹാസ് ഇറ്റ്സ് വാല്യൂ. അല്ലെങ്കിൽ നമ്മളിപ്പം RBI ഗവർണർ നോട്ടിൽ സൈൻ ചെയ്യുമ്പം ഇറ്റ്സ് മീൻസ് ദാറ്റ് ദ ഗവൺമെൻറ് അതിനൊരു ഗ്യാരണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന് ഗ്യാരണ്ടി നിൽക്കുവാണ്. സിമിലർലി ഡിജിറ്റൽ കറൻസി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ നോട്ട് ആയിരിക്കത്തില്ല, ഡിജിറ്റൽ തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ അത് ആരുടെ ഗ്യാരണ്ടി ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. ദാറ്റ് ഇസ് ഡിജിറ്റൽ കറൻസി. കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഡിജിറ്റൽ റുപ്പി വരാൻ പോകുന്നു. എനിവേസ് ബഡ്ജറ്റിൻ്റെ അത് പറഞ്ഞു, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു, ഇൻ ദിസ് ഫൈനാൻഷ്യൽ ഇയർ 2022-23 ഡിജിറ്റൽ റുപ്പി വിൽ ബി റോൾഡ് ഔട്ട്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നൗ how to find investment അല്ലെങ്കിൽ ഫൈനാൻസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് വൺ വാസ് ഗ്രീൻ ബോണ്ട്സ്. സോ വാട്ട് ഈസ് ഗ്രീൻ ബോണ്ട്സ്? ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾക്ക് ഞാനൊരു സർട്ടിഫിക്കറ്റ് തരാം, നിങ്ങൾ എനിക്കിപ്പോൾ ഇത്ര പൈസ തരൂ, ഈ പൈസ ഉപയോഗിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യട്ടെ, എന്നിട്ട് ഇത്ര വർഷത്തിന് ശേഷം ഞാൻ അങ്ങനെ ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൂടെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. സോ അതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഫണ്ട് ഗ്രീൻ പ്രോജക്ട്സ്. ഗ്രീൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോജക്ട്സ്. സോ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോജക്ട്സിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇതിൽ കൂടെ കണ്ടെത്തുന്ന ഗവൺമെൻറ് പറഞ്ഞു ഇറ്റ് വിൽ ബി ഡൺ ത്രൂ ഗ്രീൻ ബോണ്ട്. ഗ്രീൻ ബോണ്ട്സ് പല രാജ്യങ്ങളും പല PSUs എല്ലാം ഗ്രീൻ ബോണ്ട്സ് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് അത്ര ഗ്രീൻ ബോണ്ട്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ വാട്ട് ദ ഫിനാൻസ് മിനിസ്റ്റർ ഹസ് ടോൾഡ് ഇൻ ഇറ്റ്സ് ബഡ്ജറ്റ് റൈറ്റ് നൗ ഇസ് ദാറ്റ് ദിസ് ഇയർ ഫോർ ഫൈനാൻസിങ് ഗ്രീൻ പ്രോജക്ട്സ് വി വിൽ ബി യൂസിങ് green bonds, providing greater financial space to states. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഫൈനാൻഷ്യൽ സ്പേസ്, അവരുടെ സ്വന്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ സ്പേസ് കൊടുക്കുമെന്ന് സെൻട്രൽ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൻ്റെ അത് പറഞ്ഞു. ഫോർ ദാറ്റ് ദർ വിൽ ബി എൻ എൻഹാൻസ്ഡ് ഔട്ട്ലേ ടു സ്കീം ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ക്യാപിറ്റൽ
ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി സ്റ്റേറ്റ്സിന് സെൻട്രൽ ഗവൺമെൻറ് എന്ത് കൊടുക്കും? ഫണ്ട് ലോൺസ് ആയിട്ട് കൊടുക്കും. വളരെ കൂടുതൽ കാലം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ലോൺസ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ സ്റ്റേറ്റിന് പൈസ കൊടുത്തിട്ട് പറയും നിങ്ങൾ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിക്കും. സോ ദാറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി. ഓൾസോ ഫോർ 2022-23 2022-23 ഫൈനാൻഷ്യൽ ഇയറിൽ ദ സ്റ്റേറ്റ്സ് വിൽ ബി അലൗഡ് എ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓഫ് 4% ഓഫ് GSDP, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സ്റ്റേറ്റിൻ്റെ GDPയുടെ 4% വരെ ഫിസ്ക്കൽ എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? ഒരു സൈഡിൽ റവന്യൂ ഉണ്ട്, നമുക്ക് വരുന്ന ഇൻകം ഉണ്ട്, മറ്റേ സൈഡിൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാൾ കൂടുതൽ പോയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലോൺ എടുക്കണം. അതാണല്ലോ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് സ്റ്റേറ്റിൻ്റെ 4% വരെ എടുക്കാൻ പറ്റും. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് FRBM ആക്ട്. FRBM ആക്ട് പ്രകാരം 3% ഓഫ് ദി സ്റ്റേറ്റിൻ്റെ GDP വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത്രയും നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞു ഫോർ ദിസ് ഫൈനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് പൈസ വേണ്ടത് കൊണ്ട് നിങ്ങളൊരു 4% വരെ നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കൊണ്ടുപോയിക്കോ. പക്ഷേങ്കിൽ അതിന് സർട്ടൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അങ്ങനെ സർട്ടൻ പാരാമീറ്റേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ 1% കൂടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. out of which 0.5% will be tied to the power sector reforms. ഈ 1%-ൻ്റെ അകത്ത് 0.5% എന്തിൽ പോകും? പവർ സെക്ടറിനകത്ത് വരുത്തേണ്ട റിഫോംസിൻ്റെ അകത്തോട്ട് പോകും എന്ന് ഗവൺമെൻറ് പറഞ്ഞു. So that means the central government is going to give more space in the financial sector to the state governments. Okay, so that is about how the government is going to investment. You have to actually understand that ഡിജിറ്റൽ റുപ്പി ഈ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യും. നമ്മുടെ ക്രൗഡിങ്ങിൻ്റെ എഫക്റ്റ് കണ്ടിന്യൂ ചെയ്യും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ വേറൊരു പേര് ക്യാപെക്സ് എന്നാണ്. ക്യാപെക്സിൽ കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യും. സോ ദാറ്റ് ഇറ്റ് ഹാസ് ലീഡ്സ് ടു എ virtuous cycle leading to development. Okay, so, and also the central government is going to provide more fiscal space to the state government as such. Now finally coming to last areas of what the budget discussed, it's mainly the tax proposals. സോ ടാക്സ് പ്രപ്പോസൽസ് എന്ന് പറയുമ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബേസിക്കായിട്ട് സർചാർജ് ഇത്ര കുറച്ചു, മറ്റേ ഇത്ര കൂട്ടി, ഇത്ര കുറച്ചു, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്ത റിട്ടേൺസിന് കഴിഞ്ഞ 2 അസസ്മെൻറ്റ് ഇയേഴ്സിൻ്റെ അകത്തുള്ള റിട്ടേൺസിന് നമുക്ക് ഈ പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരുത്താൻ പറ്റും. പക്ഷേ തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ടാക്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തിരിച്ചൊന്നും കിട്ടാൻ പറ്റത്തില്ല. ഇനി നമ്മൾ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തിരുത്തി നിങ്ങൾ കാണിച്ചു, എന്നിട്ട് ബാക്കി കൂടെ അടച്ചു എന്ന് മാത്രം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. എനിവേസ്, in tax proposals, one thing that the government said is 30% tax rate will be imposed on virtual assets. അതായത് നമ്മുടെ ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി പോലുള്ള എന്തെങ്കിലും ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് വിൽക്കുമ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നത് അതിൻ്റെ 30% നിങ്ങൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു, സോ ഗവൺമെൻറ് ക്രിപ്റ്റോ കറൻസിനെ അംഗീകരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതുവരെ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഈവൻ ദർ ഇസ് എ ബിൽ പെൻഡിങ് ഇൻ ദ പാർലമെൻറ്റ്. ആൾക്കാർ പറയുന്നുണ്ട് മിക്കവാറും ക്രിപ്റ്റോ കറൻസിനെ ബാൻ ചെയ്യുമെന്നുള്ള പറയുന്നൊരു ബില്ല് തന്നെ പാർലമെൻറ്റിലുണ്ട്. ബട്ട് വാട്ട് ദ ഗവൺമെൻറ് സെഡ് ഇസ്, സി, if you are owning a virtual asset, if you are selling off that virtual asset, through that you are gaining some income, ആ ഇൻകത്തിൻ്റെ 30% നമുക്ക് ടാക്സ് ആയിട്ട് തന്നിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. സോ ദാറ്റ് ഹാസ് ടു ബി റിമെമ്പേർഡ്. ഓൾസോ സ്റ്റാർട്ടപ്സ് പുതിയതായിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടപ്സിന് സംതിങ് കോൾഡ് ആസ് പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ടാക്സ് ഹോളിഡേ which means for certain amount of years you don't have to pay tax if you are a startup. So അത് 2024 വരെ 2023 തീരേണ്ട 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ബേസിക്കായിട്ട് ഓർത്തിരിക്കുക. And one thing you have to mainly focus on here is tax collection or GST collection. In spite of all this പാൻഡമിക്, എല്ലാ കാര്യങ്ങളും, ആ കാര്യം പ്രശ്നമാണ്, ഈ കാര്യം പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും GST കളക്ഷൻ ആ ഫസ്റ്റ് നേഷൻ വൈഡ് ലോക്ക്ഡൗൺ വന്നല്ലോ, ആ സമയത്ത് മാത്രം ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തു. അതിനുശേഷം കൂടി പോയിക്കൊണ്ടിരുന്നു. സെക്കൻഡ് വേവ് വന്നപ്പോഴും ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തു, പക്ഷേ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് ദാറ്റ് GST നന്നായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് എന്ത് നടക്കുന്നുണ്ട്? രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടക്കുന്നുണ്ട്, റൈറ്റ്? സോ ദാറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ
വെരി ഗുഡ് വേ. ഇതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞത് ഇക്കോണമി ഈസ് ആക്ച്വലി സർവൈങ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻകം എന്ത് തന്നെയാണ്? GST തന്നെയാണ്. വൺ ഓഫ് ദി മേജർ സോഴ്സസ് GST നന്നായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്ത്. സോ ടാക്സ് പ്രപ്പോസൽസിൽ ടാക്സ് സ്ലാബ്സിൽ വ്യത്യാസമൊന്നുമില്ല. നോ ചേഞ്ചസ് ഇൻ സ്ലാബ്സ്. വെർച്വൽ അസറ്റ്സിൻ്റെ 30% ടാക്സ് റേറ്റ് വന്നു. സ്റ്റാർട്ടപ്സിൻ്റെ പ്ലാൻ ഹോളിഡേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. GST കളക്ഷൻസ് ഹാസ് കെപ്റ്റ് ഓൺ ഇൻക്രീസിങ്. So that you have to actually remember. Other than that, as far as our examination is concerned, you don't have to customs duty ഇത്ര കുറച്ചു, മറ്റേ 7.5% ആക്കി, സർചാർജ് മറ്റേന് മാറ്റാൻ പറ്റില്ല. That you don't have to essentially remember. Only ഈ 3 കാര്യങ്ങളെങ്കിലും നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കുക. Finally, this also has to be looked into. ഇതിൽ നിങ്ങൾക്ക് ട്രെൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടും. റുപ്പി കംസ് ഫ്രം ആൻഡ് റുപ്പീസ് ഗോസ് ടു. അതായത് 1 രൂപ, ഗവൺമെൻറ്റിൻ്റെ 1 രൂപ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ടോട്ടൽ രൂപയ്ക്കകത്ത് 1 രൂപ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് റുപ്പി കംസ് ഫ്രം. ആ 1 രൂപ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളതാണ് റുപ്പി ഗോസ് ടു. സോ ഇഫ് യു ലുക്ക് ഹിയർ, 1 രൂപയ്ക്കകത്ത് 15% വരുന്നത് എവിടെ നിന്നാണ്? ഗവൺമെൻറ്റിന് കിട്ടുന്ന 1 രൂപയ്ക്കകത്ത് 15% വരുന്നത് ഇൻകം ടാക്സിൽ നിന്നാണ്. കോർപ്പറേഷൻ ടാക്സ് 15%, GST 16%, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് 35%. സോ ദാറ്റ് ഇസ് ടു ബി നോട്ടഡ് ഹിയർ. സി, 1 രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൽ 35 പൈസയും വരുന്നത് ബോറോയിങ്സിൽ കൂടെയാണ്, നമ്മൾ കടമെടുത്തിട്ടാണ്. വിച്ച് മീൻസ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടുതലാണ്. റൈറ്റ്. 16% വരുന്നത് എവിടെ നിന്നാണ്? GSTയിൽ നിന്നാണ്. 15% ഇൻകം ടാക്സും 15% കോർപ്പറേഷൻ ടാക്സും. സോ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഏറ്റവും കുറവ് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരിക്കുക. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് 2% ഉള്ളൂ. നോൺ ടാക്സ് റവന്യൂ 5%, കസ്റ്റംസ് 5%. സോ എനിവേസ് ഓൾവേസ് റിമെമ്പർ, ഒരു ട്രെൻഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഔട്ട് ഓഫ് 1 rupee ഓഫ് ദ ഗവൺമെൻറ് ദ ഹയസ്റ്റ് കംസ് ഫ്രം GST എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് കംസ് ഫ്രം ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. ഹയസ്റ്റ് among taxes is GST. മനസ്സിലായില്ലേ? സോ ദാറ്റ് യു ഹാവ് ടു ബേസിക്കലി അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ്, ഈ കിട്ടുന്ന പൈസ ഗവൺമെൻറ് എങ്ങനെ ചിലവാക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ബോറോയിങ് ഏറ്റവും കൂടുതലുള്ളപ്പോൾ എങ്ങോട്ട് തന്നെ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാനാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. സോ വൺ ഇസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20%. ദെൻ യു ഹാവ് സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം സ്റ്റേറ്റ്സിന് കൊടുക്കണമല്ലോ ടാക്സിൻ്റെ. അതിന് വേണ്ടിയുള്ളത് 17 പൈസ പോകുന്നുണ്ട്. പിന്നെ യു ഹാവ് സെൻട്രൽ സെക്ടർ സ്കീംസിന് വേണ്ടി 15 പൈസ മാത്രമേ പോകുന്നുള്ളൂ. ഫൈനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സിന് 10% പോകുന്നുണ്ട്. ഡിഫൻസ് 8%. So our defense is actually 8%. Subsidies is 8%. Now centrally sponsored schemes is 9%. Other expenditures. So it is not about by hearting all these things, but ഒരു 1 2 3 പ്രാവശ്യം നമ്മളിങ്ങനെ ജസ്റ്റ് വായിച്ച് പോയി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ബോറോയിങ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്, അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത്. ഈ കാര്യമെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, then this is about revenue receipts, capital receipts, revenue expenditure, effective capital expenditure. You don't have to study numbers. Basically you don't have to study numbers. നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഓർത്തിരിക്കുക. ലെറ്റ് മീ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ടു. സോ നമ്മുടെ പൊളിറ്റി പാർട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 112 അല്ലേ, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 2 sides. റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, റവന്യൂ സൈഡും ഉണ്ട്. ദെൻ യു ഹാവ് ദ ക്യാപിറ്റൽ സൈഡ്. രണ്ട് സൈഡിലും ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. രണ്ട് സൈഡിലും ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇത് ബേസിക്കായിട്ട് ഓർത്തിരിക്കുക. സോ അതിൻ്റെ എല്ലാം നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ഡോണ്ട് ഹാവ് ടു ബേസിക്കലി സ്റ്റഡി അബൌട്ട് നമ്പേഴ്സ്. ഈ വർഷത്തെ 2021 നമ്പേഴ്സ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ച്വൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് കൊടുത്തിട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, ഐ വിൽ ജസ്റ്റ് ടീച്ച് യു 3 things. One is budget estimate, what is revised estimate, and what is actuals. So budget estimate എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ അകത്ത് അടുത്ത ഫോർ എക്സാമ്പിൾ ഇപ്പം 2022-23 ഈ ഫൈനാൻഷ്യൽ ഇയറിലത്തേക്ക് എന്തായിരിക്കും ഫിഗർ എന്ന് ബഡ്ജറ്റിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന എമൗണ്ട് ആണ് ബി എന്ന് പറയുന്നത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് എപ്പോഴാണ് പറഞ്ഞത്? ഇപ്പോൾ 2022 ഫെബ്രുവരിയിലാണ് ഈ ബഡ്ജറ്റ് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അകത്ത് നമ്മൾ 2021 ഏപ്രിൽ തൊട്ട് 2022 മാർച്ച് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. സോ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ 2022 ഫെബ്രുവരിയിൽ പറയുമ്പം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ എമൗണ്ട് ഇത്ര ആയിരുന്നു, അതിൽ ഇത്ര ചെറിയ മാറ്റങ്ങളുണ്ട്, ഇത്രയൊക്കെ ആകാമെന്ന് പറയുന്നതാണ് എന്ത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആക്ച്വൽ എസ്റ്റിമേറ്റ്? ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കഴിഞ്ഞു, ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം, ഫോർ എക്സാമ്പിൾ 2020-21 ആണെന്നുണ്ടെങ്കിൽ 2020-21 കഴിഞ്ഞു, 2022 അതിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം അതിൻ്റെ ഓഡിറ്റൊക്കെ നടന്നു, ഓഡിറ്റെല്ലാം നടന്ന് കറക്റ്റായിട്ട് ടോട്ടൽ എത്ര വന്നു എന്ന് പറയുന്നതാണ് ആക്ച്വൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ ഇത് മൂന്നും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. 2020-21 ആക്ച്വൽ, 2020-22 ബഡ്ജറ്റ്,
basically you might get trend based question, but you don't have to study numbers at all. Okay, so that is about the budget at a glance, figures and kuറിച്ച്. Then allocation to major schemes, this also you don't have to basically study about ഓരോ സ്കീമിന് എത്ര രൂപ കൊടുത്തു എന്നുള്ള കാര്യം. If you want to, okay, you can, your mains could be very good, your mains answer writing could be very good if you look into this. But anyways, this thing maybe you want to look into. This is ministry wise allocation. ഓരോ മിനിസ്ട്രീസിനും ഏറ്റവും കൂടുതൽ മീൻസ് എത്ര പൈസ വെച്ച് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് ദിസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹാസ് ദ ലാർജസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 8% തന്നെ എങ്ങോട്ടാണ് പോകുന്നത്, ഡിഫൻസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 15% ബാക്കി എല്ലാ സ്പോൺസേർഡ് സ്കീംസിലോട്ടും കൂടെ 9% 15% ഒക്കെ പോകുന്നുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് ഡിഫൻസിലോട്ട് മാത്രം പോകുന്ന 8%, മിനിസ്ട്രി ഓഫ് ഡിഫൻസിനാണ് ഹയസ്റ്റ് അലോക്കേഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, so that you have to understand, and Ministry of Communication ആണ് lowest allocation കിട്ടിയിരിക്കുന്നത്. So negative it might not come, but understand ഡിഫൻസിനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ബേസിക് ആയിട്ട് പോയിരിക്കുന്നത്. So well, that is about our discussion from budget. I hope now you have a basic idea of what it is. But ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ബഡ്ജറ്റിനെ അക്വൈൻറ്റഡ് ആവാൻ മാത്രമുള്ളൊരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. ബഡ്ജറ്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. Now as far as questions is concerned, from budget you can get trend based questions. Other than that, ഇപ്പം നമ്മളിപ്പം ബഡ്ജറ്റിനകത്ത് പറഞ്ഞ പല സ്കീംസ് ഉണ്ടല്ലോ, ഈ സ്കീംസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രിലിംസിൽ കൂടുതലായിട്ടും കിട്ടാനായിട്ടുള്ള ചാൻസസ്. സോ whatever you have studied, you keep on revising it, and maybe you put in some more effort so that you study those. ഇപ്പോൾ നമ്മളിപ്പം PM Divine എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ള കാര്യം, അത് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളോട് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ your preparation from budget will be over. That's it. We'll meet in the next video. Thank you.